ഹലോ എവരി വൺ ഹായ് എൻ്റെ ഒരു അൽത്താഫ് ഗാലഡൈസ് അക്കാദമിയിലെ എത്തിക്സ് ഫാക്കൽറ്റിയാണ്. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കേസ് സ്റ്റഡീസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്പർ ഓഫ് സീരീസ് കേസ് സ്റ്റഡീസ് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിലും യൂട്യൂബ് ചാനലിലും ഞങ്ങളുടെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് വളരെ പ്രാക്ടിക്കൽ ആയിട്ട് എങ്ങനെ നമുക്ക് കേസ് സ്റ്റഡി കവർ ചെയ്യാം. ആസ് യു നോ, ഹ്യൂജ് മാർക്ക് കവർ ചെയ്യുന്ന ഏരിയ ആണ് കേസ് സ്റ്റഡി. ഓക്കെ, സോ നമ്മൾ ഇത് മാക്സിമം ചെയ്ത് ബ്രെയിൻ സ്റ്റോം ചെയ്ത് മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് കവർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒന്നാമത്തെ കേസ് സ്റ്റഡി നമുക്ക് നോക്കാം. You are posted as district magistrate of primarily rural district. Excess agriculture production has led to continuous fall in market price of crops in last 3 years. With election approaching soon, the opposition has decided to make this a political issue and has mobilized farmers to protest against falling price. The protest turned violent at some point and public had faced fire in self-defense, killing 2 people. Violence has increased since then. You and yourself were attacked when you tried to pacify the protesters. The protesters have also blocked the main road as well as railways and prevent movement of goods and people. Given the situation, answer the following question. സോ കേസ് സ്റ്റഡി വായിച്ച് ഞാനിപ്പം ആൻസറും പറയും, പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പോസ് ചെയ്യുക, നിങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറയുന്ന ആൻസർക്ക് നിങ്ങൾ വായിക്കുക. ഓക്കെ, കേസ് സ്റ്റഡി എന്താണെന്ന് പറയുന്നത്, നിങ്ങളൊരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യാണ്. ഓക്കെ, എക്സസ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കാരണം എന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ പ്രൈസ് ഫോളോ ചെയ്തു, അങ്ങനെ ഒരു മാർക്കറ്റ് ഫോളോ ചെയ്യാണ്. സോ ഇതിനെതിരെ വളരെ പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എലക്ഷൻ അടുക്കുന്നതുകൊണ്ട് തന്നെ ഓപ്പോസിഷൻ എന്ത് ചെയ്തു, മേക്ക് ദിസ് ആസ് എ ടൂൾ. അതുകൊണ്ടൊപ്പം തന്നെ സിറ്റുവേഷൻ വളരെ വണ്ടറബിൾ ആണ്. ബിക്കോസ് പ്രൊട്ടസ്റ്റേഴ്സ് ടേൺ അറ്റ് സം പോയിന്റ് ആൻഡ് പോലീസ് ഹാഡ് ടു ഫയർ ഇൻ സെൽഫ് ഡിഫെൻസിന് വേണ്ടി ഫയർ ചെയ്യേണ്ടി 2 ആൾക്കാർ മരണപ്പെട്ടു. ആൻഡ് യു യുവർ സെൽഫ് ഓൾസോ അറ്റാക്ക്ഡ്. എങ്ങനെ, വെൻ യു ട്രൈ ടു പസിഫൈ ദ പ്രൊട്ടസ്റ്റേഴ്സ്. ആൻഡ് ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്താണ്, ഇവരെന്ത് ചെയ്തു, മൊബിലിറ്റി, അതായത് മെയിൻ റോഡ് ആസ് വെൽ ആസ് റെയിൽവേ എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, പീപ്പിൾ മൂവ്മെന്റ് ആണെങ്കിലും സർവീസ് മൂവ്മെന്റ് ആണെങ്കിലും ഈവൻ ഗുഡ്സ് മൂവ്മെന്റ് ആണെങ്കിലും എല്ലാം എന്ത് ചെയ്തു, സ്റ്റക്ക് ആയിരിക്കുകയാണ്. ചോദിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഐഡന്റിഫൈ ദ കീ കൺസേൺസ് ദാറ്റ് നീഡ് ടു ബി അഡ്രസ്ഡ് പ്രയോറിറ്റി ബേസ്. ഓക്കെ, അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന്റെ കീ കൺസേൺസ് നിങ്ങൾ അഡ്രസ് ചെയ്യണം. എന്തിന്റെ അടിസ്ഥാനത്തിൽ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രയോറിറ്റി ബേസിൽ. ഓക്കെ, ഇതിനകത്ത് ഒരുപാട് കീ കൺസേൺസ് ഉണ്ട്. ഈവൻ പ്രൊട്ടസ്റ്റേഴ്സിന്റെ പബ്ലിക്സിന്റെ സേഫ്റ്റി, മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, ഓക്കെ, അതുപോലെ ഫാമേഴ്സിന്റെ ഡിമാൻഡ്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൺസേൺ അഡ്രസ് ചെയ്യാനുണ്ട്. പക്ഷെ ഇത് പ്രയോറിറ്റി ബേസിലും കൂടി അഡ്രസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ഫെച്ച് ആവുക. അത് ഒന്നാമത്തെ കാര്യം. 2, വാട്ട് സ്റ്റെപ്പ് വിൽ യു ടേക്ക് ടു അഡ്രസ് ദം. രണ്ട് കാര്യങ്ങളാണ്. വലിയ കേസ് സ്റ്റഡി അല്ല, ചെറിയ കേസ് സ്റ്റഡിയാണ്. സോ വിൽ സ്റ്റാർട്ട് ഫ്രം ഹിയർ. നമുക്ക് ഫസ്റ്റത്തെ ആൻസറിന് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം. സോ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, സ്വാഭാവികമായിട്ടും കേസ് സ്റ്റഡീസ് നമ്മൾ ഇൻട്രോ കൊടുക്കണം. ഓക്കെ, 2 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ചോദിച്ചില്ലെങ്കിൽ പോലും ട്രൈ ടു ഫൈൻഡ് ഇറ്റ് ആൻഡ് അഡ്രസ് ഇറ്റ്. മാക്സിമം ചെറിയ സ്പേസേ പോകുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ എന്തായാലും അഡ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനൊരു കൺക്ലൂഷൻ പാർട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ GS എഴുതുന്ന പോലെ കൺക്ലൂഷൻ അല്ല, നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ ഇതെവിടെയാണോ അവസാനിക്കുന്നത് അതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണം. ഓക്കെ, ഇൻട്രോ വേണം, സ്റ്റേക്ക് ഹോൾഡേഴ്സ് നിങ്ങൾ എഴുതിയിരിക്കണം, ഈവൻ ദോ അവർ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും. ഓക്കെ, ഇതൊരു മാൻഡേറ്ററി പ്രൊവിഷൻ അല്ല, ബട്ട് ഇതൊരു കോമ്പറ്റീവ് എക്സാം ആണ്. സോ വിൽ ട്രൈ ടു കോമ്പീറ്റ്. ഓക്കെ, അപ്പം ഇൻട്രോ കൊടുക്കുമ്പം വളരെ ക്രിസ്പായിട്ട് കൊടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് റീസെന്റ് ഇൻസിഡന്റ് വെച്ചിട്ട് കോട്ട് ചെയ്യാം. ഓക്കെ, സിമിലർ ഇൻസിഡന്റ് നടന്നതായിട്ട് കോട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ആ ഹോൾ കേസ് സ്റ്റഡീസിന്റെ കറക്സ് നിങ്ങൾക്ക് കോട്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആ
കേസ് സ്റ്റഡിയിൽ നിന്ന് എന്ത് മനസ്സിലാക്കിയോ, സോ ഇറ്റ് ഷുഡ് ബി ക്രക്സ്. അതാണ് ഞാൻ പറഞ്ഞത്, ക്രക്സ് ആ ഒരു തീം നിങ്ങൾക്ക് കൂട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ കറന്റ് കേസ് സ്റ്റഡി പ്രസന്റ് ആൻ ഇഷ്യൂ where the distressed farmers are protesting due to the fall in market price or market condition, and in due process things have gone wrong. വളരെ സിമ്പിൾ ആയിട്ട് മാക്സിമം 15 to 20 വേർഡ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻട്രോ അവതരിപ്പിക്കുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പാണ് കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ കേസ് സ്റ്റഡി വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഐ ഹോപ്പ് നിങ്ങൾ ഇത് ബ്രെയിൻ സ്റ്റോം ചെയ്തിരിക്കുന്നു. അതിനുശേഷമാണ് നിങ്ങൾ ഇപ്പോൾ വീഡിയോ കാണുന്നത്. ഓക്കെ, കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്? അജിറ്റേറ്റിംഗ് ഫാമേഴ്സ്, ഓപ്പോസിഷൻ പൊളിറ്റീഷ്യൻസ്, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോലീസ്, ഇന്നസെന്റ് പബ്ലിക് ഓഫ് ഡിസ്ട്രിക്ട്. ഇവരാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്. മാക്സിമം 5. ഓക്കെ, ഇതിന് പുറമെ നിങ്ങൾക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് കിട്ടിയാൽ എഴുതാം. പക്ഷെ ഇതാണ് പ്രയോറിറ്റി ബേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണെങ്കിലും എഴുതിയിരിക്കേണ്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഓക്കെ, നമ്മൾ 2 പാർട്ട് അഡ്രസ് ചെയ്തു. ഇനിയാണ് ആക്ച്വൽ പാർട്ടിലേക്ക് നമ്മൾ വരുന്നത്. നമ്മൾ ചോദ്യത്തിന്റെ നമ്മുടെ കേസ് സ്റ്റഡി ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ കീ കൺസേൺ ദാറ്റ് നീഡ് ടു ബി അഡ്രസ്ഡ് ഇൻ പ്രയോറിറ്റി ബേസ്. സോ പ്രയോറിറ്റി ബേസിലാണ് നിങ്ങൾ ഇത് കൊടുക്കേണ്ടത്. ആദ്യം എഴുതേണ്ട അവസാനം, അവസാനം എഴുതേണ്ട ആദ്യമല്ല. ഓക്കെ, പ്രയോറിറ്റി എന്ന് എക്സാമിന് അവകാശപ്പെട്ടുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളത് വളരെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്തേ കാര്യമുള്ളൂ. ഓക്കെ, ഫസ്റ്റത്തെ ആസ് യു നോ, നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവണം. ഇതിനകത്ത് നമുക്കറിയാം ഫാമേഴ്സ് പ്രൊട്ടസ്റ്റഡ് ആണ്. ഓക്കെ, അവർ വയലന്റ് ആയിട്ടുണ്ട്. ദേ ടെൻ ടു ബി മോർ വയലന്റ് ഇൻ മാർക്കറ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ബ്ലോക്ക് ചെയ്തു. ഈവൻ മൂവ്മെന്റ് ആണെങ്കിലും റെയിൽവേ ആണെങ്കിലും റോഡ് ആണെങ്കിലും. സോ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഫസ്റ്റ് കൺസേൺ വരുന്നത് എന്തായിരിക്കും? റീസ്റ്റോറേഷൻ ഓഫ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഓക്കെ, കാരണം ഇതിന്റെ ഉറപ്പായിട്ടും ആ ഫാമേഴ്സിനെ എന്ത് ചെയ്യും, നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യണം, സ്പെസിഫൈ. ബട്ട് അതിനു മുമ്പ് ഇത് കൂടുതൽ പേരിലേക്ക് ബാധിക്കപ്പെട്ട് ഇത് ഫർദർ വേഴ്സ്റ്റ് ആവാൻ പാടില്ല സിറ്റുവേഷൻ. അതിനെന്ത് ചെയ്യണം? മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആൻഡ് പീപ്പിൾ. എന്തുകൊണ്ടാണ് മൂവ്മെന്റ് നമ്മൾ പറയുന്നത്? കാരണം സപ്പോസ് ഒരു ഡിസ്ട്രിക്റ്റിൽ വയലന്റ് പ്രൊട്ടസ്റ്റ് എടുക്കുകയാണ്, അവിടെ മൂവ്മെന്റ് തടയപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അക്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇന്റർ കണക്ഷൻ. ഓക്കെ, അത് ഹോസ്പിറ്റൽ കേസ് ആവാം, ഇവൻ സ്റ്റഡീസ് ആവാം, ഓക്കെ, ഇവൻ ബിസിനസ് ഇതാവാം. അപ്പം എന്തുമായിക്കോട്ടെ, ഇത് അൾട്ടിമേറ്റ്ലി സ്റ്റേറ്റിനെ ബാധിക്കും. സ്റ്റേറ്റിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് അവിടുത്തെ ജനങ്ങളെയും ബാധിക്കും. ഓക്കെ, സോ നമ്മളൊരു പ്രശ്നം ഫെർദർ പ്രശ്നത്തിലേക്കല്ല കൊണ്ടുപോകേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അതിനകത്ത് മിനിമൈസ് ചെയ്യാൻ പറ്റണം. നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചാൽ മൂവ്മെന്റ് എന്ത് ചെയ്യുക, എൻഷുർ ചെയ്യുക. സോ റീസ്റ്റോറേഷൻ ഓഫ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. സെക്കൻഡ് എന്താണ്? സേഫ്റ്റി ഓഫ് പബ്ലിക് ആൻഡ് പ്രോപ്പർട്ടി. ഒന്ന് ആലോചിച്ച് നോക്കുക, വയലന്റ് പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. ഓക്കെ, പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യാണ് വളരെ മാസീവായിട്ട്. സ്വാഭാവികമായിട്ടും ആ സ്റ്റേറ്റിന്റെ ബഡ്ജറ്റ് വരും. എന്തിന്? ഇതെല്ലാം റീസ്റ്റോർ ചെയ്യണം. ഇത് എവിടെ നിന്നാണ് റീസ്റ്റോർ ചെയ്യുന്നത്? പബ്ലിക് മണിയിൽ നിന്നാണ്. ടാക്സ് പോലെയുള്ള നമ്മളെപ്പോലെ ജനങ്ങൾ കൊടുക്കുന്നത്. സോ അൾട്ടിമേറ്റ് ബേർഡിന് ആരുടെ പേരിൽ വരും? ജനങ്ങളുടെ പേരിൽ വരും. ഓക്കെ, അതുകൊണ്ടാണ് പ്രോപ്പർട്ടി നമ്മൾ പറയുന്നത്. 2, പബ്ലിക് സേഫ്റ്റി ഓഫ് പബ്ലിക്. ഇത് കാരണം ഇന്നസെന്റ് ആയിട്ടുള്ള പബ്ലിക് ബാധിക്കാൻ പാടില്ല. ഓക്കെ, ഗോട്ട് ഇറ്റ്? സോ restoration of movement of goods and service, safety of public and property, end of violent protest. നെക്സ്റ്റ് പ്രയോറിറ്റി ആണ് end of violent protest. കാരണം അത് പെർമിസിബിൾ അല്ല, ഒന്നാമത്തെ കാര്യം. 2, അതുകൊണ്ട് ഡാമേജ് ആണ് കൂടുതൽ ഉണ്ടാവുന്നുള്ളൂ. സോ അതൊരു പ്രയോറിറ്റി ബേസ് ആണ്. നിങ്ങൾ വേറെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. എന്താണ് കീ കൺസേൺ എന്നാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്, ഓൺ പ്രയോറിറ്റി ബേസിസ്. സോ എന്താണ് കീ കൺസേൺ എന്ന് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഫെർദർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്യാനും ഇതിന്റെ ചോയ്സ് എടുക്കാനും. പക്ഷെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അടുത്ത എന്താണ്? അഡ്രസ്സിങ് ഗ്രീവൻസ് ഓഫ് ഫാമേഴ്സ്. ഓഫ് കോഴ്സ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫാമേഴ്സ്, വയലന്റ് ആയിട്ടുള്ള ഫാമേഴ്സ് ആയിട്ട് നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുക. ഓക്കെ, അവരായിട്ട് സിറ്റിംഗ് അറേഞ്ച് ചെയ്യുക. അവരെ കീ കൺസേൺസ്, കീ ഇഷ്യൂസ് നിങ്ങൾ അഡ്രസ് ചെയ്യുക. ബ്രിങ്ങിങ് ലൈഫ് ബാക്ക് ടു ദി നോർമലി ഇൻ ഡിസ്ട്രിക്ട്. സ്വാഭാവികമായിട്ടും ഇതായിരിക്കും നമ്മളെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ്, അൾട്ടിമേറ്റ് എയിം.
കീ കൺസേൺ, അതായത് കീ കൺസേൺ നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്നു. മാക്സിമം പോയി കഴിഞ്ഞാൽ 5, മാക്സിമം 5 to 6, അതിൽ കൂടുതൽ കൂടാൻ പാടില്ല. അത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനും പോകണ്ട. ഓക്കെ, ഇത്രയും ഇഷ്യൂസ് ആണ് അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് ബേസ്ഡ് ഓൺ പ്രയോറിറ്റി. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? വാട്ട് സ്റ്റെപ്പ് വിൽ യു ടേക്ക് ടു അഡ്രസ് ദം? വാട്ട് സ്റ്റെപ്പ് വിൽ യു ടേക്ക് ടു അഡ്രസ് ദം? ഇത് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും വയലന്റ് പ്രൊട്ടസ്റ്റ് ആണ്, ലോ ആൻഡ് ഓർഡർ ബ്രേക്ക് ചെയ്യാണ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല. ഓക്കെ, ലോ ഓർഡർ ബ്രേക്ക് ചെയ്യാണ്, വയലന്റ് പ്രൊട്ടസ്റ്റ് ആണ്, പബ്ലിക്കിന് സേഫ്റ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ ത്രെട്ട് വരികയാണ് എങ്കിൽ സ്വാഭാവികം നമ്മൾ എന്താ ചെയ്യാം? ഒന്ന് ആലോചിച്ച് നോക്കി, എന്താ ചെയ്യാം നമ്മൾ? ഡിപ്ലോയ്മെന്റ് ഓഫ് ഫോഴ്സ്. ദെൻ അവർ നമ്മൾ എന്ത് ചെയ്യും? മേക്ക് ദം സിറ്റ്. എന്തിനെ? നെഗോഷിയേറ്റ് ചെയ്യാൻ. എന്നിട്ട് കാര്യങ്ങൾ ലോങ് ടേം സൊല്യൂഷനിലേക്ക് നമ്മൾ ചർച്ച ചെയ്യും. ആണല്ലോ, ഇതാണ് അൾട്ടിമേറ്റ്. നമ്മൾ എക്സ്ട്രീം സിറ്റുവേഷൻ ഇതാണ് നമ്മുടെ. ഓക്കെ, ഇത് തന്നെയാണ് ഇവിടെയും എക്സ്ട്രീം സിറ്റുവേഷൻ. പക്ഷെ നിങ്ങൾക്കത് ഫസ്റ്റ് എഴുതാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ എഴുതുന്ന കാര്യം എക്സാമിനെ കൺവിൻസ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് വേണ്ടത്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ പോയിട്ട് ഇത്രയും പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ട്, ഓക്കെ, ഇത്രയും വയലന്റ് ആണ്, മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആൻഡ് പീപ്പിൾ എല്ലാം ബ്ലോക്ക് ചെയ്തേക്കാണ്. സോ നമുക്ക് ഡിപ്ലോയ് ചെയ്യാം, ഫോഴ്സ് ഇറക്കാം. സോ ഓക്കെ, അതിനുശേഷം നമുക്ക് അവരെ സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മേക്ക് ദം നെഗോഷിയേറ്റ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ലോങ് ടൈം സൊല്യൂഷൻ കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഒരു എക്സാമിനറും ഫസ്റ്റ്ലി അത് കൺവിൻസ് ആവില്ല. ഇത് നിങ്ങളുടെ ലാസ്റ്റ് ഓപ്ഷൻ ആണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്തു. ഓക്കെ, എന്തിന്? ഒരു പീസ്ഫുൾ ടോക്കിന് വേണ്ടി. ഇത് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ഇത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇത്രയും ട്രൈ വേണം. അതിനുശേഷം മാത്രമാണ് നമുക്ക് ഈ സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതെങ്ങനെ എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഈ സ്റ്റെപ്പ് നിങ്ങൾ നോക്കുക, ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഫസ്റ്റ് എന്താണ് ഞാൻ എടുത്തിരിക്കുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പാണ് ടോക്ക് ടു അജിറ്റേറ്റിംഗ് ഫാമേഴ്സ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ അജിറ്റേറ്റിംഗ് ഫാമേഴ്സ് ആയിട്ട് സംസാരിക്കുകയാണ്. ഇഫ് ദ refuse and instead attack, find specific group among them. Okay, who is willing to talk? അതായത് സ്വാഭാവികമായിട്ട് റെഫ്യൂസ് ചെയ്യും, കാരണം അവർ വയലന്റ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ വയലന്റ് ആയിട്ട് നിൽക്കുന്ന അവർ വളരെയധികം റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഫൈൻഡ് സ്പെസിഫിക് ഗ്രൂപ്പ്. അതായത് പീസ് ടോക്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു വൺ ഓഫ് ദി കമ്മ്യൂണിറ്റി, ആർക്കാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്, അവരെ കണ്ടെത്താൻ ഞാൻ ശ്രമിക്കും. ഓക്കെ, എൻ്റെ കയ്യിലുള്ള പവർ അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഡിഫെൻസീവ് എക്യുപ്മെന്റ് ഞാൻ ആദ്യം ഉപയോഗിക്കുന്നതിന് പകരം ഓക്കെ ഞാൻ എന്ത് ചെയ്യും? ഒരു പെസിഫിസ്റ്റിക് ഗ്രൂപ്പിനെ ഞാൻ അതിൽ നിന്ന് കണ്ടെത്തും. എന്നിട്ടോ, ഇഫ് ടോക്ക് ആർ ഫ്രൂട്ട്ഫുൾ, assume farmers got adequate relief by the government and return of calling off violence. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞേക്കുന്നതിന്റെ കോൺസിക്വൻസ് എന്തായിരിക്കും? ഒരു പെസിഫിസ്റ്റ് ഗ്രൂപ്പിനെ കണ്ടെത്തും. ഓക്കെ, ഐ ട്രൈ ടു ടോക്ക് ടു ദം. അവർ റിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെസിഫിസ്റ്റ് ഗ്രൂപ്പായിട്ട് ഞാൻ ടോക്ക് ഇനിഷ്യേറ്റ് ചെയ്യും. ഐദർ അത് വിൻ ചെയ്യും അല്ലെങ്കിൽ റിഫ്യൂസ് ചെയ്യും. അങ്ങനെയാണല്ലോ. ഈ ടോക്ക് ഫ്രൂട്ട്ഫുൾ ആയാൽ എന്താ അവസ്ഥ? സ്വാഭാവികമായിട്ടും വയലന്റ് എൻഡ് ചെയ്യും, ഫാമേഴ്സിന് ആഡിക്കേറ്റ് അല്ലെങ്കിൽ റിലീഫ് എൻഷുർ ചെയ്ത് നമുക്ക് ഉറപ്പിക്കാം. സപ്പോസ് വാട്ട് ഇഫ് നോൺ കൺക്ലൂസീവ് ടോക്ക്, അതായത് ഈ സ്പെസിഫിക് ഗ്രൂപ്പായിട്ട് നമുക്ക് നോൺ കൺക്ലൂസീവ് ടോക്ക് വന്നാൽ, അതൊരു കൺക്ലൂഷൻ രീതിയിൽ എത്തിയില്ലെങ്കിൽ എന്തായിരിക്കും? എൻഗേജ് വിത്ത് ഓപ്പോസിഷൻ പാർട്ടി മെമ്പേഴ്സ്. എന്തിനായിരിക്കും നമ്മൾ എൻഗേജ് വിത്ത് ഓപ്പോസിഷൻ പാർട്ടി മെമ്പേഴ്സ്? കാരണം ഇതിൻ്റെ ഒരു വൺ ഓഫ് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്? ഓപ്പോസിഷൻ ഗ്രൂപ്പ് ഉണ്ട്, എനിക്ക് കണ്ടറിയാം. ഐ എം സോറി, നിങ്ങളിവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇവിടെ ഉണ്ട്. സി ഓപ്പോസിഷൻ പൊളിറ്റീഷ്യൻ, ഓപ്പോസിഷൻ പാർട്ടി അല്ലെങ്കിൽ ഓപ്പോസിഷൻ പൊളിറ്റീഷ്യൻ. സോ ഇവർക്കൊരു കീ ഏരിയ അല്ലെങ്കിൽ കീ റോൾ അവിടെ ഉണ്ട്. സോ സ്വാഭാവികമായിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ആദ്യം ഫാമേഴ്സ് ആയിട്ട് നോക്കി, നടന്നില്ല. അതിൽ നിന്ന് പെസിഫിസ്റ്റ് ഗ്രൂപ്പിനെ ഫൈൻഡ് ചെയ്യാൻ നോക്കി,
അത് നടന്നില്ല. സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പോസിഷൻ പൊളിറ്റിക്കൽ പാർട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്ത് നോക്കി. എങ്ങനെ? ആസ്ക് ദം ടു കൗൺസിൽ ദ ഫാമേഴ്സ്, അല്ലെങ്കിൽ എൻഗേജ് റൂളിംഗ് പാർട്ടി ഇഫ് നെസസറി. ഓക്കെ, ഐ ട്രൈ ടു ഇൻക്ലൂഡ് റൂളിംഗ് പാർട്ടി ആസ് വെൽ. ഓക്കെ, അത് ഓപ്പോസിഷൻ ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഫാമേഴ്സിനെ കൗൺസിൽ ചെയ്യാൻ അവകാശപ്പെടും. നടക്കുന്നില്ലെങ്കിൽ അത് അതിനും അപ്പുറം നെസസറി ആണെങ്കിൽ റൂളിംഗ് പാർട്ടീനെ എന്ത് ചെയ്തു, ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. ഇഫ് ഡിഫിയൻറ്റ് ത്രട്ടൺ യൂസ് ലീഗൽ മീൻസ് ബിക്കം ദേ ഹാവ് ക്രിയേറ്റഡ് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യും, വാർണിംഗ് കൊടുക്കും. എങ്ങനെ? കാരണം ഇതിനെ ബാക്കപ്പ് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടിയാണ്. സോ ഞാൻ അവർക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്, ലോ ആൻഡ് ഓർഡർ ബ്രേക്ക് ചെയ്തേക്കാണ്, വയലന്റ് പ്രൊട്ടസ്റ്റ് ആണ്. സോ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് പീപ്പിൾ ബ്ലോക്ക് ചെയ്തേക്കപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് വളരെയധികം നെഗറ്റീവ് കോൺസിക്വൻസിലേക്കാണ് പോകുന്നത്. സോ ഇത് ഫാമേഴ്സിനെ കൗൺസിൽ ചെയ്യാൻ എന്ത് ചെയ്യും, ഞാൻ പറയും. ഇഫ് നീഡഡ് ഞാൻ റൂളിംഗ് പാർട്ടീനെയും കൂടി അതിനകത്ത് മെൻഷൻ ചെയ്യും. ഓക്കെ, സോ ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ആസ് എ കോമ്പറ്റന്റ് അതോറിറ്റി എൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ പീസ് ഇനീഷ്യേറ്റീവ് ഞാൻ എടുത്തു കഴിഞ്ഞു. ഓക്കെ, 3 ഇനീഷ്യേറ്റീവ് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എടുത്തു കഴിഞ്ഞു. നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റെപ്പിലേക്ക് ഡയറക്റ്റ് ജമ്പ് ചെയ്യുമ്പോഴും നമ്മൾ 3 സ്റ്റെപ്പ് അല്ലെങ്കിൽ 4 സ്റ്റെപ്പ് പീസ് ഇനീഷ്യേറ്റീവിന് വേണ്ടി ഇനീഷ്യേറ്റ് ചെയ്തിട്ട് പിന്നീട് ആ എക്സ്ട്രീം സ്റ്റെപ്പിലേക്ക് പോകുന്നു, വളരെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ വായിക്കുന്ന എക്സാമിനർക്കാണെങ്കിലും അത് ഡിഫറൻസ് ചെയ്യാൻ പറ്റും. സപ്പോസ് നിങ്ങൾ വിചാരിക്കാം അതും ഫ്രൂട്ട്ഫുൾ ആയില്ല. ഏത്? നമ്മൾ ആദ്യം പൊളിറ്റിക്കൽ ഫാമേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, സ്പെസിഫിക് ഗ്രൂപ്പിൻ്റെ അടുത്ത് പറഞ്ഞു, നെക്സ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ അടുത്തും ഓപ്പോസിഷൻ പൊളിറ്റിക്കൽ പാർട്ടിയുടെ അടുത്തും പറഞ്ഞു, ഈവൻ റൂളിംഗ് പാർട്ടിയുടെ അടുത്ത് ഞാൻ എൻഗേജ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ടും ഇതിനൊരു കൺക്ലൂസീവ് ടോക്ക് എത്തുന്നില്ല. സ്റ്റിൽ ഇസ് നോട്ട് ഫ്രൂട്ട്ഫുൾ. നമ്മൾ എന്ത് ചെയ്യും? ദെൻ ഇഫ് സ്റ്റിൽ ഇസ് വയലൻസ് കണ്ടിന്യൂഡ്, ആസ്ക് ദം ഹയർ ഗവൺമെന്റ് ഫോർ ഡിപ്ലോയ്മെന്റ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്, സെൻട്രൽ പോലീസ് ഫോഴ്സ്, army flag march if needed further. However, ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? must be taken ensure no or minimum use of force by police. ഓക്കെ, ഇതൊരിക്കലും ഒരു ഹാമി അല്ലെങ്കിൽ പബ്ലിക്കിനെ ഹാം ചെയ്യാൻ വേണ്ടിയുള്ള ഡിപ്ലോയ്മെന്റ് അല്ല. ഓക്കെ, നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? ഫാമേഴ്സിനെ സെറ്റ് ചെയ്യുക, അവർ ടേബിളിൽ ഇരുന്ന് നെഗോഷിയേറ്റ് ചെയ്യുക, അവർക്ക് വേണ്ട ഫർദർ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുക. അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കണമെങ്കിൽ ഓക്കെ, നമ്മൾ മാത്രം ഇരുന്നാൽ പോരാ, അവരും കൂടി ഒരു ടേബിളിൽ മറ്റേ സൈഡിൽ ഇരിക്കണം. ഇരിക്കാൻ അല്ലെങ്കിൽ അവർ വന്ന് നമ്മുടെ നെഗോഷിയേറ്റ് ചെയ്യാൻ റെഡി ആവാത്തതാണ് ഫസ്റ്റ് ഇഷ്യൂ. സോ അവരെ വീക്കാക്കുക മീൻസ് ഹാം ചെയ്തുകൊണ്ട് വീക്കാക്കുകയല്ല, പകരം ഡിപ്ലോയ്മെന്റ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്, സെൻട്രൽ പോലീസ് ഫോഴ്സ് ആൻഡ് ആർമി ഫ്ലാഗ് ഓഫ്. അതും മിനിമൽ ഹാമിൽ, നോ ഓർ മിനിമൽ ഹാം. സോ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ നമ്മുടെ ടേബിളിൽ ഇരുത്താനും പറ്റും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, വി ക്യാൻ ഫർദർ മൂവ്. നമുക്ക് അവരെ നെഗോഷിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ അഡിക്കേറ്റ് സ്റ്റെപ്പും നമുക്ക് എന്ത് ചെയ്യാം, റിലീവ് ചെയ്യാം. അവർക്ക് വേണ്ട എല്ലാ മെഷർമെന്റും നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാം. പക്ഷെ അതിന് മുമ്പ് അവരവിടെ ഇരിക്കണം, അവർ നമ്മൾ കേൾക്കണം. ലിസൺ ചെയ്യണമെങ്കിൽ അവർ നമ്മൾ അനുസരിക്കണം. ഇതാണ് ഇതിന്റെ ബേസ്. അപ്പം ഇവരെ നമുക്ക് എങ്ങനെ ഇവിടെ ഇരുത്താം എന്നാണ്. ഫസ്റ്റ്ലേ നിങ്ങൾ പോയിട്ട് ഡിപ്ലോയ്മെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വായിക്കുന്ന എക്സാമിനറിന് അക്സെപ്റ്റബിൾ ആവാൻ ചാൻസ് ഇല്ല. പകരം നിങ്ങൾ ഇത്രയും ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഡിപ്ലോയ്മെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ സോ ഓക്കെ, അത് കൺവിൻസ് ആവും. സോ ഓക്കെ, യു മേക്ക് ദം സിറ്റ്. ചോദ്യത്തിൽ എന്താ ചോദിച്ചത്, എങ്ങനെയാണ് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത്? സോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവരെ റൗണ്ട് ടേബിൾ നെഗോഷിയേറ്റിംഗ് ടേബിൾ സിറ്റ് ചെയ്തു. Once violence had settled, make long-term situation or make long-term solution to handle the farmers' distress. എങ്ങനെ? Establishment of cold storage to prevent the distress sale, proper and transparent MSP declaration, market farmers sink to avoid overproduction, training and capacity building of farmers to maximize the production and minimize the loss. See, ഇത്രയും കാര്യങ്ങൾ ഞാൻ എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഫാൾ അല്ലെങ്കിൽ നിലവിലുള്ള മാർക്കറ്റ് ഇഷ്യൂ റിസോൾവ് ആവും. ഓക്കെ, പക്ഷെ നമ്മൾ ഈ സൊല്യൂഷൻ കൊടുക്കുന്നതോ നമ്മുടെ
ഫോഴ്സ് ഡിപ്ലോയ് ചെയ്യുന്നതും അല്ല കാര്യം. ഈ സ്റ്റെപ്പ് വരെ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തു, ഓക്കെ, നിങ്ങൾ എന്ത് ടാസ്ക് എടുത്തു എന്നുള്ള, ഇപ്പം നിങ്ങൾക്ക് എന്ത് ആക്ഷൻ വേണമെങ്കിലും ഇതിനകത്ത് എടുക്കാം. പക്ഷെ മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് മാത്രം പോരാ, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തു എന്ന് കൂടി വേണം. അതാണ് വൈ അവർ ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ ആക്ഷൻ, ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ആക്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് സ്റ്റെപ്പ് കൊണ്ട് എടുക്കാന്നല്ല, ഇറ്റ് ഷുഡ് ബി ലോജിക്കൽ, റാഷണൽ, അക്സെപ്റ്റബിൾ. അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമൊക്കെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമുക്ക് ഇതിനകത്ത് എക്സ്ട്രീം സിറ്റുവേഷൻ എന്താണ്, നമുക്ക് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ സേഫ് ചെയ്യുക എന്നുള്ളതാണ്, പബ്ലിക്കിന് ഹാം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇതിനുവേണ്ടി നമ്മുടെ കയ്യിലുള്ള പവർ അതേപോലെ ഫോഴ്സിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് അക്സെപ്റ്റബിൾ. സോ ചോദ്യത്തിലേക്ക് വരാം. ഐഡന്റിഫൈ ദ കീ കൺസേൺസ് ഓൺ പ്രയോറിറ്റി ബേസ്. നമ്മളത് അഡ്രസ് ചെയ്ത് കഴിഞ്ഞു. വാട്ട് സ്റ്റെപ്പ് വിൽ യു ടേക്ക് ടു അഡ്രസ് ദം? നമ്മൾ ഏതൊക്കെ സ്റ്റെപ്പ് എടുക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, നമ്മൾ അറൌണ്ട് 4 സ്റ്റെപ്പ് പറഞ്ഞു. എക്സ്ട്രീം സ്റ്റെപ്പിന്റെ കേസിലാണ് നമ്മൾ എന്ത് പറഞ്ഞത്, നമ്മൾ പവർ യൂസ് ചെയ്യുന്നത്. ഫർദർ ആ സ്റ്റെപ്പിന് ശേഷം വൺസ് ഇത് സെറ്റിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ എന്തൊക്കെ സൊല്യൂഷൻ കൊടുക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഷുഡ് ബി സയന്റിഫിക്കൽ വേ, ഇറ്റ് ഷുഡ് ബി റാഷണൽ. ഗോട്ട് ഇറ്റ്? ഇത്രയും എഴുതിയത് നിങ്ങൾ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എഴുതിയേക്കുന്നത് പ്യുവർലി കണ്ടന്റ് ബേസ്ഡ് ആണ്. ഓക്കെ, വളരെ പ്രാക്ടിക്കൽ ആയിട്ട്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ കേസ് സ്റ്റഡി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, കേസ് സ്റ്റഡി എടുക്കുക, വായിക്കുക, ബ്രെയിൻ സ്റ്റോം ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പെന്നും കൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം മാത്രം ഇതിൻ്റെ ആൻസർ നോക്കുക, എഴുതുക. ഓക്കെ, ഇതൊരു പ്രാക്ടീസാണ്. എഗെയിൻ ഐ എം ടെല്ലിങ്, നിങ്ങൾ ഒരുപാട് കേസ് സ്റ്റഡീസ് എഴുതി 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 പ്രാക്ടീസ് ചെയ്താലാണ് നിങ്ങൾക്കൊരു ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് എഴുതാൻ പറ്റുള്ളൂ. സോ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം ബ്രെയിൻ സ്റ്റോം ചെയ്യുക. അടുത്ത ഒരു കേസ് സ്റ്റഡി സെഷനായിട്ട് നമുക്ക് കാണാം. താങ്ക് യു. Gallant IAS, chasing your passion to ace.